എന്നുള്ളത് 1 ബ്ലോക്കിലാണ്. നിങ്ങൾ ചോദിക്കേണ്ടത് നമ്മുടെ മറ്റേ വേൾഡിന് എന്താ പറ്റിയത്. അതെനിക്ക് നല്ല വിഷമിപ്പിക്കുന്ന കാര്യമാണ്. എന്താ സംഭവിച്ചത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നില്ല. മറ്റേ പെർസ്പെക്റ്റീവ് എന്ന സാധനം പോയിട്ടുണ്ട്. അതിലേക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോഴേക്കും ഇല്ലേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ഡിലീറ്റ് ചെയ്ത് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് എൻ്റെ അക്കൗണ്ടൊക്കെ വെച്ച് സൈൻ ചെയ്തു. വീണ്ടും ഡൗൺലോഡ് ചെയ്തിട്ട് പെയ്ഡ് ഇനി ഞാൻ കയറ്റിയിട്ടുള്ളത് ക്രാക്കഡല്ല. എന്നിട്ടും എൻ്റെ വേൾഡ് പോയി. ആ വേൾഡൊക്കെ പോയതിന് സോറി. നമ്മളൊരു പുതിയൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് 1 ബ്ലോക്ക് സർവൈവൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ബ്ലോക്ക് കുഴിക്കുമ്പോഴേക്കും വേറെ ബ്ലോക്കുകൾ അവിടെ കൂടെ വരും. ഇവിടെ കൂടെ ഞാൻ നല്ല ബേസ് തന്നെ ഉണ്ടാക്കും. ഇവിടെ ഒരു 10 സ്റ്റേജ് ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. നമ്മളിപ്പോൾ ട്യൂട്ടോറിയൽ സ്റ്റേജിലാണ്. ഇതിനുള്ള എക്സ്പീരിയൻസ് അത്യാവശ്യം ഞാൻ കുറേ കളിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാനിതൊന്ന് കുഴിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ബെഡ് ഉണ്ടാകാനാണ്. ഇവിടെ ചെസ്റ്റൊക്കെ വരും ചിലപ്പോൾ. ചെസ്റ്റിൽ നമുക്ക് സാപ്ലിങ് അത്യാവശ്യമായിരുന്നു. സാപ്ലിങ് വേണം. പിന്നെ ഈ ചെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ വാല്യുബിൾസ് കയ്യിൽ വെക്കണം. ചിലപ്പോൾ ഈ സാധനമൊക്കെ താഴെ പോകാൻ സാധ്യത കൂടുതലാണ്. മെയിനായിട്ട് വുഡൊക്കെ ഇതിലേക്ക് വെക്കണം. കാരണം വുഡിൽ കിട്ടാൻ നല്ല പാടാണ്. പിന്നെ ഈ സീരീസ് നമ്മൾ നല്ലോണം കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. ആ വേൾഡ് പോയതിന് എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറ്റുള്ളവർക്കും കൂടെ പിന്നെ കമൻറ്റും ചെയ്യണം. നമുക്ക് ഇനി ഇത് വെച്ചിട്ടൊരു പിക്കാക്സ് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കേണ്ട സമയം സ്റ്റോൺ കിട്ടി തുടങ്ങില്ലേ. അപ്പം നമുക്ക് സ്റ്റോൺ കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാം. പന്നീനെ കിട്ടി. ഇത് ലെജൻഡറി പന്നി. ഇത് ലെജൻഡാണ്. ഇനി വെറുതെ ഉള്ള കാരണം ഒരു പന്നിയുടെ സൈഡ് എന്ന് പറഞ്ഞാൽ ലെജൻഡാണ്. അതാരാ നിങ്ങൾക്ക് പറയേണ്ട ഒരു ആവശ്യം വരില്ല. ഇവിടെ എന്ത് കിട്ടിയേ? ഒരു മുട്ട കിട്ടി, ഒരു സാപ്ലിങ് കിട്ടി. സാപ്ലിങ് നല്ല താഴെ പോയേ. പിന്നെ കുറച്ച് ഡർട്ട് ഇട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്ലാറ്റ്ഫോം കുറച്ചൊന്ന് വലുതാക്കണം. ഇതിൽ പ്ലാനിനുള്ള ബേസിൻ്റെ പ്ലാൻ വേണമെങ്കിൽ ബേസിൻ്റെ പ്ലാൻ ഞാൻ വേണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ഇച്ചിരി വലിയൊരു എനിക്ക് ഉണ്ടാക്കാൻ പ്ലാനുള്ളത് തന്നെ ഞാൻ ഉണ്ടാക്കണം. ഈ ചെസ്റ്റ് കുറച്ചൊന്ന് വലുതാക്കാം. വീണ്ടും കിട്ടിയ വുഡ് ട്യൂട്ടോറിയൽ സ്റ്റേജ് അവസാനിക്കാറായി. ഈ സാധനങ്ങൾക്ക് ഇച്ചിരി ചെറുതാക്കേണ്ടായിരുന്നു. എന്തിനാ ഇത്ര വലുതാക്കിയേ? മറ്റേ പെർസ്പെക്റ്റീവ് എന്ന സാധനം എന്തിനാ പോയതെന്ന് അറിയില്ല. മോജാങ്ങായിരിക്കും ഇതൊക്കെ റിമൂവ് ചെയ്ത മൂജാങ് അവന്മാർക്ക് എന്തായിരുന്നു ഇതൊക്കെ മാറ്റേണ്ട കാര്യം. കുറച്ച് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡർട്ട് കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ലേറ്റസ്റ്റ് വെർഷൻ കേട്ടോ. ഇനി നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ളതായിരിക്കും വേണം. വേറെ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. വാട്ടർ ബക്കറ്റ് അത്യാവശ്യമായിരുന്നു. ഒരാവശ്യമുണ്ട് വാട്ടർ ബക്കറ്റ് കൊണ്ട്. വാട്ടർ ബക്കറ്റ് കൊണ്ട് പിന്നീട് ആവശ്യമുണ്ട്. പിന്നെ ചെയ്യാം. ഇപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റ് കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. ചെസ്റ്റ് എടുത്തോടെ ഇരിക്കട്ടെ. ആവശ്യം എന്ന് വെച്ചാൽ താഴേക്ക് പോകുന്നൊരു വഴിയാണ് സാധനം. ഈ ട്യൂട്ടോറിയൽ തീർന്നിട്ട് വരികയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. ബാക്കി എപ്പിസോഡായിട്ട് നാളെ കാണാം. അല്ലേ, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി ഉണ്ട് എപ്പിസോഡ്. വുഡ് സ്റ്റേജ് അവസാനിക്കാറായോ? പ്ലീസ് വെയിറ്റ് ഫോർ എ മൂമെൻറ്റ്. താങ്ക് യു. ടോർച്ച് അത്യാവശ്യമായിരുന്നു, അത് വേണം. ഇവിടെ വയ്ക്കാം.
ഇനി ഇവിടെ സോംബി ക്രീപ്പർ തുടങ്ങിയവ സ്പോൺ ആവത്തില്ല എന്ന് വിശ്വസിക്കാം. വെയിറ്റ് ഫോർ എ മൊമെന്റ് എന്ന് ആരും പറഞ്ഞേ. എന്താ ഇവിടെ ചെയ്യണ്ടേ? ചൂസ് യുവർ ഓപ്ഷൻ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സംതിങ്. ഇതെന്തോന്നും മനസ്സിലാവണല്ലോ. എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞേക്കണം കേട്ടോ ആരെങ്കിലും. ഇനി കമൻറ്റ് ഇടാൻ ആരെങ്കിലും പോയാ അടുത്ത സ്റ്റേജ് ഏതായിരിക്കും? നെക്സ്റ്റ് സ്പേസ് പ്ലെയിൻസ് ആയിരിക്കും. കാരണം ഇത് കളിച്ചതിൻ്റെ ഓർമ്മയിൽ. അടുത്തതാ ഫോറസ്റ്റ്. അതിൻ്റെ സ്റ്റേജിൻ്റെ പേരെന്താ? പ്രോഗ്രസ് അങ്ങനെയുണ്ട് സ്പേസിൻ്റെ പേര്. ഇതൊക്കെ ഇനി ഇതിൽ കൂടെ ചെയ്യേണ്ടതാണ്. നമുക്കിനി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് ആദ്യം ഇവിടെ വയ്ക്കുക. ഇവിടെ ക്രീപ്പർ വല്ലതും വരുമോ? അവന്മാരൊന്നും അവസ്ഥയൊന്നുമില്ല ചോദിക്കുക. ഇനി ചെയ്യേണ്ടതാണ് കുഴിക്കാൻ വേണ്ടി സാധനം സൂക്ഷിക്കണം. ഈ ബക്കറ്റ് കൂടെ വച്ചിട്ട് പോവാം. ബക്കറ്റോടെ വച്ചിട്ട് പോവാം. അങ്ങനത്തെ സാധനം ഇവിടെ ഉണ്ട്. ബക്കറ്റ് ഇത് വച്ചിട്ട് കാണാം. നമ്മൾ വച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റണം. ഞാൻ വിചാരിച്ച സാധനം തന്നെ ഇവിടെ കിട്ടേണ്ടത്. ഇങ്ങനെ ഇരുന്ന് കുഴിക്കാം. അങ്ങനെയെന്ന് വെച്ചാൽ മേളിൽ ആര് വന്നാലും നമുക്ക് ഇങ്ങനെയൊന്ന് ഒഴിച്ച് താഴേക്ക് നമ്മുടെ സാധനങ്ങളൊന്നും പോകത്തില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എത്രയേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് വലിയ പ്രോഗ്രസ് ഒന്നും ചെയ്തില്ല എന്നറിയാം. ലാസ്റ്റത്തെ എപ്പിസോഡ് നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ പ്ലാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ബൈ.